ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടി ഒന്ന് പ്രസ് ചെയ്യുക കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും SBS മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ പ്ലാസ്റ്റിക് കവർ കൊണ്ടുള്ള ഫ്ലവർ മേക്കിംഗ് ആണ്. നമ്മൾ വെറുതെ വലിച്ചെറിയുന്ന ഇതുപോലുള്ള പ്ലാസ്റ്റിക് കവർ കൊണ്ട് നല്ല ഭംഗിയുള്ള ഫ്ലവർ ഉണ്ടാക്കാം. ഓൾറെഡി ഒരു ഫ്ലവർ ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇത് വൈറ്റ് കളർ പ്ലാസ്റ്റിക് കവർ കൊണ്ട് ഉണ്ടാക്കിയെടുത്തതാണ്. ഇതുപോലെയുള്ള ഫ്ലവർ നമുക്ക് ഈ കവർ ഉപയോഗിച്ചിട്ട് ഒന്ന് ഉണ്ടാക്കാം. ആദ്യം ഈ കവർ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്യാം. അതിനുശേഷം ഇതിൻ്റെ ഏറ്റവും സൈഡിലായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്യാം. ഇനി ഞാൻ ഇതിനെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കുകയാണ്. നിങ്ങൾക്ക് വലിയ ഫ്ലവറാണ് വേണ്ടതെങ്കിൽ രണ്ടായിട്ട് കട്ട് ചെയ്താൽ മതി. ഞാൻ സാധാരണ വലിപ്പമുള്ള ഫ്ലവറാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ടാണ് 3 ആയിട്ട് കട്ട് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ വീതി 11 ഇഞ്ചാണ് ഉള്ളത്, നീളം 12.5 ഇഞ്ചാണ് ഉള്ളത്. ഇനി ഇതിനെ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം. ഇനി ഇതുപോലെ മടക്കി കൊടുക്കണം. മുഴുവനും ഇതുപോലെ മടക്കി എടുക്കുക. ഇനി ഇതിൻ്റെ കറക്റ്റ് സെൻറ്ററിലായിട്ട് ഇതുപോലെയുള്ള കമ്പി വെച്ചിട്ട് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഈ കമ്പി ത്രെഡ് ഹൗസിൽ വാങ്ങാൻ കിട്ടുന്നതാണ്. ഇതുപോലെ നന്നായി ഒന്ന് പിരിച്ചു കൊടുക്കാം. അതിനുശേഷം കമ്പിയുടെ ലെങ്ത് എത്ര വേണമെന്ന് നോക്കിയിട്ട് കട്ട് ചെയ്യാം. ഇനി ഇതിൻ്റെ സൈഡ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിനെ വീഡിയോയിൽ കാണുന്നത് പോലെ ഓരോന്നായിട്ട് മുകളിലേക്ക് ഒന്ന് നിവർത്തിയെടുക്കാം. അപ്പോൾ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൽ എക്സ്ട്രാ വരുന്നതൊക്കെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കളയാം. ഇനി ഇതിൻ്റെ കമ്പിയിലേക്ക് നമുക്ക് ഗ്രീൻ ടാപ്പ് ഒന്ന് ചുറ്റിക്കൊടുക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളി പ്ലാസ്റ്റിക് കവർ കൊണ്ടുള്ള ഫ്ലവർ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ ഇതുപോലെയുള്ള പ്ലാസ്റ്റിക് കവറുകൾ ഉണ്ടെങ്കിൽ നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഫ്ലവർ കാണാനായിട്ട് നല്ല ഭംഗിയാണ്.
ഇതുപോലെയുള്ള ഫ്ലവേഴ്സ് ഒരുപാട് ഉണ്ടാക്കിയിട്ട് ഷോക്കേസിൽ വെച്ചാൽ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിന് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. ആരെങ്കിലും പുതുതായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.